قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ദൈവ നിഷേധ പ്രവണത വർദ്ധിച്ചു വരുന്നത് നമുക്കൊക്കെ ഒരുപക്ഷെ അറിയാൻ കഴിയും. ദൈവ അവഗണന എന്ന് പറയുന്നത് ആയിരിക്കും കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പറയാൻ കഴിയുക. സമൂഹത്തിൽ ഭൂരിഭാഗവും ദൈവത്തെ, അള്ളാഹുവിനെ അവഗണിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ദൈവ നിഷേധ പ്രവണത നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഇടയിൽ കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അതിന് മതത്തിൻ്റെ ആളുകൾക്ക് കാര്യമായ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ എല്ലാ മതത്തിലെയും പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക്, പുരോഹിതന്മാരെന്ന് പറയുന്നവർക്കും അതിനകത്ത് പങ്കുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സവിശേഷമായി നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു സംഗതി, ആളുകളിൽ പലരും, വിദ്യാർത്ഥികളായാലും യുവാക്കളായാലും, ഇത്തരം ദൈവ നിഷേധത്തിലേക്ക് പോകുന്നത് ഗൗരവപ്പെട്ട ഒരു ചിന്തയുടെയോ ഒരു പഠനത്തിൻ്റെയോ ഒരു അന്വേഷണത്തിൻ്റെയോ ഒരു യുക്തിവിചാരത്തിൻ്റെയോ ഭാഗമായി ദൈവം ഇല്ലെന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് നാസ്തിക ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പഠിച്ച് മനസ്സിലാക്കി അപ്പോൾ യുക്തിപരമായി, ശാസ്ത്രീയമായി, ബുദ്ധിപരമായി അള്ളാഹു ഇല്ല അല്ലെങ്കിൽ ദൈവമില്ല, അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് താൻ നാസ്തിക ജീവിതം അല്ലെങ്കിൽ ഒരു ദൈവനിഷേധ ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. മറിച്ച് നമുക്കറിയാം, പുതിയ കാലവും പുതിയ ലോകവും മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന് പകർന്നു നൽകുന്നത്, കുറച്ചുകൂടി നല്ലൊരു പ്രയോഗം, മനുഷ്യരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്, ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, ജീവിതം സന്തോഷിക്കാനുള്ളതാണ് എന്ന ഒരു സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം, സിനിമ ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ നവാസ് മരണപ്പെട്ടു. കലാഭവൻ നവാസ് മരണപ്പെട്ട ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അഭിനേതാവായിട്ടുള്ള ആസിഫ് അലി ഒരു വലിയ ക്രൗഡിൻ്റെ മുൻപിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹവുമായി പിരിയുമ്പോൾ അവർ ഒന്നിച്ച് സെറ്റിൽ അഭിനയിച്ച ആളുകളാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടിട്ട്, പിരിയുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇനി നവാസിനെ കാണാൻ പറ്റില്ല എന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ
തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ഉള്ളൂ, ഉള്ള സമയം പരമാവധി അടിപൊളിയാക്കുക എന്നതാണ് ആസിഫ് അലി അവർക്ക് പകർന്നു നൽകുന്ന മെസ്സേജ്. അദ്ദേഹത്തിൻ്റെ ഈ മെസ്സേജ് ഔചിത്യക്കേടായിരുന്നു, ആ സന്ദർഭത്തിൽ അത് പറയേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പകർന്നു നൽകിയ മെസ്സേജ് ഇതാണ്: നമുക്കിപ്പോൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, കിട്ടിയ അവസരം പരമാവധി അടിച്ചു പൊളിക്കുക, അടിപൊളിയാക്കുക എന്നതാണ്. ഇതൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആസിഫ് അലി അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ നൽകുന്ന മെസ്സേജ് മാത്രമല്ല, ആധുനിക കാലവും ലോകവും എല്ലാം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണിത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ഒരു ജീവിതം നയിക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവവും മതവും മതവിശ്വാസവും ദൈവനിർദ്ദേശങ്ങളും മതനിർദ്ദേശങ്ങളും എല്ലാം വഴിമുടക്കികളും പണിമുടക്കികളുമായിരിക്കും. കാരണം മതങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു കുറേ ടബൂസുകളുണ്ട്. ടബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷിദ്ധങ്ങളുണ്ട്, ഹറാമുകളുണ്ട്. ഈ ഹറാമുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിരോധനങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു ദർശനമാണ്. കുറച്ച് റിജിഡായിട്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നിരോധനങ്ങളുടെ കാര്യത്തിൽ മറ്റാരെക്കാളും ഒരു നിർബന്ധ ബുദ്ധി ആ മതം പുലർത്തുന്നുണ്ട്. അത് മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ തടസ്സങ്ങളാണ്. സുഖിക്കുന്നതിന് ഇത് തടസ്സങ്ങളാണ്. സന്തോഷിക്കുന്നതിന് പലതും തടസ്സങ്ങളാണ്. അടിച്ചു പൊളിക്കുന്നതിന് പലതും തടസ്സങ്ങളാണ്. അതുകൊണ്ട് ഈ തടസ്സങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മതങ്ങളെ, ദൈവങ്ങളെ തള്ളി പറയുക, അല്ലെങ്കിൽ അവഗണിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക എന്ന് പറയുന്ന പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കി യുക്തിചിന്ത നടത്തി അന്വേഷിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ദൈവമില്ല എന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ദൈവമില്ല, ഇനി ഞാൻ ദൈവമില്ലാത്ത നാസ്തിക ജീവിതമാണ് നയിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചതല്ല. മറിച്ച് ഈ പറയുന്ന ജീവിത കാഴ്ചപ്പാട് പേറിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മതനിർദ്ദേശങ്ങൾ അവിടെ വേലിയായി വരും, ദൈവിക നിർദ്ദേശങ്ങൾ അവിടെ തടസ്സമായി വരും. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ദൈവമാണ്, മതമാണ്. അതുകൊണ്ട് മതം ഉണ്ടാക്കിയത് ദൈവമാണ്, അല്ലെങ്കിൽ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ദൈവമാണ്. അടിസ്ഥാന പ്രശ്നം ദൈവമാണ്, അപ്പോൾ അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തിയാൽ, അത് പരസ്യമായി നിഷേധിച്ചുകൊണ്ട് മാറ്റി നിർത്തിയാലും, അത് അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തിയാലും, ഞാൻ ഈ ഉപയോഗിച്ച രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധേയമായ രണ്ട് പദങ്ങളാണ്. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതിപ്പോൾ മൊത്തം ഇന്ത്യയിലെ, കേരളത്തിലെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണത്. മറ്റൊരു സംഗതിയാണ് ദൈവത്തെ അവഗണിക്കുക. ദൈവത്തെ നിഷേധിച്ചിട്ടില്ല, ദൈവത്തെ അവഗണിച്ച് ജീവിക്കുക. ഇത്തരക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. അത് എല്ലാ മതത്തിലും ഉണ്ട്, അത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. മുസ്ലിമാണ്, പക്ഷെ ദൈവത്തെ, അള്ളാഹുവിനെ അവഗണിച്ച് ജീവിക്കുക. അങ്ങനെ ദൈവത്തെ പരസ്യമായി നിഷേധിച്ചാലും മനസ്സുകൊണ്ട് അവഗണിച്ചാലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ ജീവിതത്തിൻ്റെ നിർണായക രംഗങ്ങളിലൊക്കെ സ്ഥലം പിടിക്കുക ഞാൻ എന്നതായിരിക്കും. ഞാൻ, എൻ്റേത്, എനിക്ക് എന്ന ചിന്താഗതിയായിരിക്കും ഉണ്ടാവുക. ഇൻഡിവിജ്വലിസം, ഡിമോണിസം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന, അഥവാ വ്യക്തിവാദം, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ നഷ്ടം, എൻ്റെ ദുഃഖം, എൻ്റെ വേദന എന്ന് പറയുന്ന എല്ലാം എൻ്റേതുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുക. അതാണ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. ഡിമോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി സൂഹിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുക. എങ്ങനെയും സൂഹിക്കണം, എങ്ങനെയും ആനന്ദിക്കണം, സന്തോഷിക്കണം, അടിച്ചുപൊളിക്കണം. ഇതാണ് ഡെമോണിസം എന്ന് പറയുന്നത്. ഈ ചിന്താഗതികൾക്കായിരിക്കും സ്ഥാനമുണ്ടാവുക. വളരെ വിശുദ്ധ ഖുർആൻ അത്യുജ്വലമായ രൂപത്തിൽ ഇതിനെ ആവിഷ്കരിക്കുന്നുണ്ട്. ആ മാനസികാവസ്ഥയെ, ദൈവത്തെ നിഷേധിച്ചാൽ, ദൈവത്തെ അവഗണിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിച്ചാൽ, അള്ളാഹുവിനെ അവഗണിച്ചാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ അതിമനോഹരമായി പറയുന്നുണ്ട്. അഫ്റൈത മനിത്തഖദ ഇലാഹഹു ഹവാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
25-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. അഫറൈത മനിത്തഹദ ഇലാഹു ഹവ, അഥവാ ഹവയെ, ഇച്ഛയെ, ആഗ്രഹങ്ങളെ, തോന്നലുകളെ ദൈവമാക്കിയവനെ താങ്കൾ കണ്ടുപോ. അഥവാ ദൈവത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ തലസ്ഥാനത്ത് പിന്നെ നമ്മൾ ഇലാഹാവും, നമ്മൾ ദൈവമാകും, നമ്മൾ അള്ളാഹു ആകും, നമ്മൾ പരമാവധികാരിയാകും. നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രീം പവർ, സുപ്രീം അതോറിറ്റി നമ്മൾ തന്നെയായി മാറും. ഇതാണ് അള്ളാഹുവിനെ നിഷേധിച്ചാലും ദൈവത്തെ നിഷേധിച്ചാലും അവഗണിച്ചാലും ഉണ്ടാവുക. പിന്നെ എന്താണ് സംഭവിക്കുക? പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. പിന്നെ അയാൾ എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുക, എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് സുഖം കിട്ടുന്ന, എനിക്ക് സന്തോഷം കിട്ടുന്ന ഏതൊന്നും അയാളുടെ മുമ്പിൽ ഹലാലായിരിക്കും, അനുവദനീയമായിരിക്കും, ശരിയായിരിക്കും. എന്നെ ദുഃഖിപ്പിക്കുന്ന, എനിക്ക് നഷ്ടമുണ്ടാക്കുന്ന, എനിക്ക് എന്നോട് ത്യാഗം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അയാൾക്ക് വിട്ടുനിൽക്കാനുള്ള മനസ്ഥിതിയായിരിക്കും ഉണ്ടാവുക. സാധ്യമായതെല്ലാം സാധുവാകും എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. അതുപോലെ തന്നെ പിന്നെ ജീവിതത്തിൽ സ്വാർത്ഥതയായിരിക്കും പിന്നെ മേധാവിത്വം നേടുക. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉള്ള വികാരമാണ്. ഏത് മുത്തക്കിയിലുമുള്ള വികാരമാണ് സ്വാർത്ഥത, സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ദൈവത്തെ അങ്ങോട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവമായി വരിക ഈ സെൽഫിഷ്നെസ് ആയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നോക്കുക, എനിക്കെങ്ങനെ ഉപകാരപ്പെടും, എനിക്കെങ്ങനെ ഗുണപ്പെടും, എനിക്കെത്രത്തോളം നഷ്ടം ഉണ്ടാക്കും, എനിക്കെത്രത്തോളം നേട്ടം ഉണ്ടാക്കി തരും, എനിക്കെന്തോരം ലാഭം ഉണ്ടാക്കും, എനിക്കെത്രത്തോളം സൂഹിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഈ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു വരികയും സെൽഫ് കമ്മിറ്റ്മെൻറ്റ് കൂടി വരികയും ചെയ്യും. സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവില്ല. കാരണം പ്രതിബദ്ധത ഉണ്ടാക്കേണ്ട കാര്യമില്ല. താൻ ആരോടും കണക്ക് പറയേണ്ടതില്ല, തന്നെ ആരും നോക്കുന്നില്ല, തന്നെ ആരും കാണുന്നില്ല. പിന്നെ തനിക്ക് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക തന്നോടായിരിക്കും. അതിനാണ് സെൽഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് അന്തസ്സായ ജീവിതം, അതാണ് ഇസ്ലാമിക ജീവിതം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ജീവിതം. സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ജീവിക്കുക. പക്ഷേ ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ സെൽഫ് കമ്മിറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ സെൽഫ് കമ്മിറ്റ്മെന്റിനെ സൈദ്ധാന്തികവൽക്കരിക്കാനായിരിക്കും പിന്നെ നാസ്തികർ ശ്രമിക്കുക, ദൈവത്തെ നിഷേധിക്കുന്നവർ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഒത്തിരി മതസംഘടനകളും അല്ലാത്ത സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാവരും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി, അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി. അതേസമയം എക്സ് മുസ്ലിം ആയിട്ടുള്ള ജബ്ബാർ മാഷ് യൂട്യൂബ് വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ടത് ഈ സംഘടനകളൊന്നുമല്ല, ഗവൺമെൻറ്റാണ്. തങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ. ഇവർ കുറ്റപ്പെടുത്തുന്ന മതത്തിൻ്റെ ആളുകൾ കൈമൈ മറന്ന് ജീവൻ മറന്ന് അവിടെ പണിയെടുക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ ദൈവമില്ല, ദൈവം ഉണ്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്ന ജബ്ബാർ മാഷാദി ആളുകൾ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആളുകൾ ഇങ്ങനെ സംഘടനകളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് മറിച്ച് അത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അതിനെയാണ് സൈദ്ധാന്തികവൽക്കരിക്കുക എന്ന് പറയുന്നത്. തങ്ങൾക്ക് പറ്റണില്ല, കാരണം തങ്ങൾക്ക് അവിടെ പോയിട്ട് കഷ്ടപ്പെടാനോ ത്യാഗം സഹിക്കാനോ സമ്പത്ത് നഷ്ടപ്പെടുത്താനോ ഒന്നും പറ്റില്ല. ഈ മാനസികാവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ ദൈവത്തെ നിഷേധിച്ചു നോക്കൂ, നിങ്ങൾ ദൈവത്തെ അവഗണിച്ചു നോക്കൂ, പിന്നെ ഇത്തരം റിസ്ക് ഉള്ള ഒരു പരിപാടിക്ക് നമ്മൾ പോവില്ല. കാരണം അത് മണ്ടത്തരമാണ്, അതുകൊണ്ടാണ് പോകാത്തത്. ആ മണ്ടത്തര ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇതിനെ സൈദ്ധാന്തികവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ അവർ കാണിച്ചു കൂട്ടുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ ജീവിതത്തിൽ നിന്ന് അവഗണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതായിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നാസ്തിക സംഘടനകളോ നാസ്തികരോ എപ്പോഴെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അഥവാ ദൈവത്തെ നിഷേധിച്ച് ചെല്ലുന്ന, അത് ഇസ്ലാമിൽ നിന്നായാലും ഹൈന്ദവ മതത്തിൽ നിന്നായാലും ക്രൈസ്തവ മതത്തിൽ നിന്നായാലും ദൈവത്തെ നിഷേധിച്ച് മതത്തെ നിഷേധിച്ച് ഇറങ്ങിച്ചെല്ലുന്ന ആളുകളോട് നാസ്തികരാരെങ്കിലും പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണത്? അഥവാ നിങ്ങൾ മതത്തെയും ദൈവത്തെയും ഒക്കെ നിഷേധിച്ച് വന്നതല്ലേ, ഇനിയിപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചട്ടക്കൂട്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് ജീവിതം നയിക്കേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അങ്ങനൊന്നും അവർക്കില്ല. ഇപ്പോൾ ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ നമുക്ക് അയാളോട് പറയാനുണ്ട്, നിങ്ങളുടെ ജീവിതം ഇന്ന ചട്ടക്കൂട്ടിലൂടെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ പോലും കമ്മ്യൂണിസ്റ്റുകാരന് പറയാനുണ്ട്, നിങ്ങളുടെ ജീവിതം ഇന്ന കാഴ്ചപ്പാടോടുകൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഹൈന്ദവനും യഥാർത്ഥത്തിൽ പറയാനുണ്ട്,
ക്രൈസ്തവനും പറയാനുണ്ട്. ഏതോ ഒരാശയക്കാരനും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാട്, നിങ്ങളുടെ പ്രപഞ്ച വീക്ഷണം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാനുണ്ട്. എന്നാൽ നാസ്തികർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് നമ്മളുടെ മുൻപിലേക്ക് പ്രസന്റ് ചെയ്യാനുണ്ടോ? അവർക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ അങ്ങനെ ഒന്നില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി, ബസ് പറ്റില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങി എന്ത് വേണം? അടുത്ത ചോയ്സ് വേണം, ഓപ്ഷൻ വേണം. ഒന്നുകിൽ ഫ്ലൈറ്റ് വേണം, അല്ലെങ്കിൽ ട്രെയിൻ വേണം, അല്ലെങ്കിൽ കാറ് വേണം. പിന്നെ ഓപ്ഷനൊന്നുമില്ല, ചോയ്സ് ഒന്നുമില്ല. ഇറങ്ങിക്കോന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ തിരുവനന്തപുരത്തേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിച്ച ആളുകളെ പോലെയാണ് നാസ്തികരായി മാറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. അഥവാ പിന്നൊരു വഴിയില്ല മുമ്പിൽ. പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ആ ജീവിക്കണമേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന പോലെ ജീവിക്കണം. തനിക്ക് പരിക്കില്ലാതെ വരുന്ന എല്ലാം ശരിയാണ്, തനിക്ക് നേട്ടമുണ്ടാക്കുന്ന എല്ലാം ശരിയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, അഫറൈത മനിത്തഖദ ഇലാഹു ഹവാഹു. സ്വന്തത്തെ പിടിച്ച് അള്ളാഹു ആക്കുക, സ്വന്തത്തെ പിടിച്ച് ദൈവമാക്കുക, സ്വന്തത്തെ പിടിച്ച് അല്ലെങ്കിൽ സ്വന്തം ഇലാഹായി ചമയുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ദൈവത്തെ നിഷേധിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിച്ചാൽ, ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ, എന്ത് പരസ്യമായിട്ട് മാറ്റി നിർത്തട്ടെ, രഹസ്യമായിട്ട് മാറ്റി നിർത്തട്ടെ, മാറ്റി നിർത്തുന്നവർ ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇല്ല, ശരിയില്ല. കണക്ക് പറയാനൊരു പരലോകമില്ല. നമ്മളുടെ ചെയ്തികളെ ആരും വീക്ഷിക്കുന്നുമില്ല. ഭരണകൂടത്തിൻ്റെ നിയമ സംവിധാനങ്ങളല്ലാതെ, അവരുടെ CC ക്യാമറകളല്ലാതെ ഒരു ഡിവൈൻ CC ക്യാമറ നമ്മളെ ഒബ്സർവ് ചെയ്യാനില്ല. നാളെ ഈ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കണക്കും പറയേണ്ടതില്ല എന്ന് പറയുന്നവർ, എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, എന്ന് പറഞ്ഞിട്ടുള്ളവർ ഉത്തരം പറയേണ്ട, ബുദ്ധിപരമായ സത്യസന്ധതയുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു മനുഷ്യൻ പിന്നെ ആൽട്രൂയിസം എന്തിനു പ്രകടിപ്പിക്കണം? ആൽട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാര മനസ്സ്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. അതാണ് ആൽട്രൂയിസം എന്ന് പറയുന്നത്. പരോപകാര മനസ്സ്, എംപതി, മറ്റുള്ളവരോട് സഹാനുഭൂതി എന്തിനു പ്രകടിപ്പിക്കണം? ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കും, ഇതൊക്കെ ഇപ്പോൾ ഈ പള്ളിയിൽ എന്ന് പറയണത് എന്തിനാണ്? ഇവിടെ ആരും മതനിഷേധിയില്ല, ദൈവനിഷേധിയില്ല. ദൈവനിഷേധിയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ ഇത് പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കും. 2-3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ഇത് പറയുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ മക്കളിൽ തന്നെ ദൈവനിഷേധ പ്രവണത ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ദൈവവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് തീർത്തും യുക്തിഭദ്രമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ മക്കളുടെയും ദൈവബോധ്യം ആടി ഉലയാതിരിക്കാനാണ്. പലരുടെ മക്കളുടെയും ദൈവബോധം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആടി ഉലയാതിരിക്കാനാണ്. ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എവിടെയാണ് എത്തിപ്പെടുക, അയാളെ എങ്ങോട്ടാണ് നാസ്തികത, ദൈവനിഷേധ പ്രസ്ഥാനങ്ങൾ നയിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിശ്വാസം, അഥവാ അതോടൊപ്പം തന്നെ ദൈവമുണ്ട് എന്നതിന് യുക്തിയില്ല, അതിന് ശാസ്ത്രീയതയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പടി ഇറങ്ങി വന്ന ആളുകൾ ഒരുപാട് യുക്തിയില്ലായ്മയിലേക്കാണ് പിന്നെ നടന്നു കയറുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതിവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായി ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിനി ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന, നമ്മുടെ മക്കൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടായിരിക്കും. അഥവാ എങ്ങനെയെങ്കിലും സന്തോഷിച്ച് സുഖിച്ചിവിടെ ജീവിക്കണം. അതിന് മതമോ മതനിർദ്ദേശങ്ങളോ ദൈവനിർദ്ദേശങ്ങളോ ഒന്നും തടസ്സമാകരുത്. ആ തടസ്സമാകരുത് എന്ന ചിന്തയിൽ ലിബറൽ സമീപനങ്ങളാണ് ഒരു പരിധിവരെ ഹൈന്ദവ മതത്തിനും ക്രൈസ്തവ മതത്തിനും ഉള്ളത്. അതിനെ സംബന്ധിച്ച് അഡമൻ സ്റ്റാൻഡുള്ള, റിജിഡ് സ്റ്റാൻഡുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക, മുസ്ലിം സമൂഹത്തിനാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിയമങ്ങൾ വളരെ കർശനമാണ്. ഞാൻ പറയുന്നത് ഫിഖ്ഹിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചില്ലറ ഹറാമുകളെ കുറിച്ചല്ല. ആവശ്യമില്ലാത്ത കുറെ ഹറാമുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഫിഖ്ഹിന്റെ പേരിൽ, അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ സുന്നത്തും നിരോധിച്ച ചില സംഗതികളുണ്ട്. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അത് എക്കാലവും മനുഷ്യന്റെ നന്മക്കുള്ളതാണ്. അത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചത് മനസ്സിലാകും. സത്യസന്ധത വേണമെന്ന് മാത്രമേ ഉള്ളൂ, മുൻവിധിയോടുകൂടി സമീപിക്കരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിന്ത,
അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന, ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായി അറിയണം. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നിഷേധിച്ച ഒരാൾ, പരലോകത്തെ നിഷേധിച്ച ഒരാൾ, മതത്തെ നിഷേധിച്ച ഒരാൾ, ഇപ്പൊ ഞാൻ നിഷേധിച്ച ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ദൈവത്തെ അവഗണിച്ച ഒരാൾ, മതത്തെ അവഗണിച്ച ഒരാൾ, മതനിർദ്ദേശങ്ങളെ അവഗണിച്ച ഒരാൾ, അവഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മാനസികാവസ്ഥയിൽ എത്തിപ്പെട്ട ആൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ പിന്നെന്തിനു പരോപകാരം ചെയ്യണം? പ്രത്യേകിച്ച് തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത, തനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തിൽ എന്തിന് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കണം? നമ്മളൊക്കെ അങ്ങനെ എടുക്കുന്ന ആളുകളല്ലേ? പല കാരണങ്ങളാലും പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കുന്ന ആളുകളാണ് നമ്മൾ, എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ എന്തിനെടുക്കണം? ഇതിന് യുക്തിപരമായ ഒരു മറുപടി, ഇതിന് ബുദ്ധിപരമായ ഒരു മറുപടി, ഇതിന് ശാസ്ത്രീയമായൊരു മറുപടി പറയാൻ ഇന്നോളം നിരീശ്വരവാദികൾക്ക്, ദൈവനിഷേധികൾക്ക്, എയ്റ്റിസ്റ്റുകൾക്ക്, നാസ്തികർക്ക് സാധിച്ചിട്ടില്ല. അവർ തപസ്സിരുന്നാലും ഇനി സാധിക്കുകയുമില്ല ഇതിന് മറുപടി പറയാൻ. എന്തിനു മറ്റുള്ളവരെ സഹായിക്കണം? സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനു മറ്റുള്ളവരെ സഹായിക്കണം? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലെയല്ല അതിനു മുന്നുള്ള വ്യാഴാഴ്ച, തൃപ്പൂണിത്തുറയിൽ നിന്ന് വഞ്ചിനാട് എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ AC കമ്പാർട്ട്മെന്റിൽ കയറേണ്ട ഉഷ എന്ന് പറയുന്ന സഹോദരി, അവർ ന്യൂട്രീഷൻ ഫാക്കൽറ്റിയാണ്, അതിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അവർക്ക് കയറേണ്ടത് AC കമ്പാർട്ട്മെന്റിലാണ്. വണ്ടി മൂവ് ചെയ്തതുകൊണ്ട് AC കമ്പാർട്ട്മെന്റിൽ കയറാതെ അവർ പെട്ടെന്ന് D1 കമ്പാർട്ട്മെന്റിൽ കയറി. D1 കമ്പാർട്ട്മെന്റിൽ കയറിയതിന് ശേഷം അവർ AC കമ്പാർട്ട്മെന്റിലേക്ക് നടന്നു നീങ്ങുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു വാതിലിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നു. തല പോലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇവർ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു മനുഷ്യൻ മരണവെപ്രാളം എന്ന് പറയാവുന്ന രൂപത്തിൽ ട്രെയിനിന്റെ ഡോറിൽ പിടിക്കാൻ പറ്റുന്ന അവിടെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നു. ഇവർക്ക് 59 വയസ്സുണ്ട്. ഉഷ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് 59 വയസ്സുണ്ട്, ഒരു സ്ത്രീയാണ്. ഈ തൂങ്ങിക്കിടക്കുന്ന ആൾക്ക് 71 വയസ്സുണ്ട്. മുഹമ്മദ് അബ്ദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് അദ്ദേഹം അങ്ങനെ വീഴാനുള്ള പ്രധാന കാരണം ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് TTR കയറി വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇറക്കി വിട്ടപ്പോൾ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ അതിൽ തൂങ്ങിപ്പിടിച്ച് ചാടാനുള്ള ശ്രമമോ എന്തോ നടത്തിയതാണ്. അങ്ങനെയാണ് ഇത് ഉഷ കാണുകയാണ്. ഉഷ കണ്ട മാത്രയിൽ തന്നെ അയാളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. 59 വയസ്സിൽ സ്ത്രീക്കുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഉടനെ കയ്യിൽ കയറി പിടിച്ചു. കയ്യിൽ കയറി പിടിച്ച് പൊക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ അങ്ങനെ ഉച്ചത്തിൽ കരയുകയാണ്. ആ സന്ദർഭത്തിൽ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മഹാരാജാസ് കോളേജിലെ 2 അധ്യാപകരോട് ഓടി വന്നു. വേറൊരു ചെറുപ്പക്കാരനും ഓടി വന്നു. ഈ ചെറുപ്പക്കാരൻ കൂടി ഉഷയോടൊപ്പം നിന്ന് ആ ഓടി വന്ന മറ്റ് 2 പേരിൽ ഒരാൾ കൂടി ഇയാളുടെ കൈ പിടിച്ച് പൊക്കുന്ന സമയത്ത് മറ്റൊരാൾ ചെന്ന് ചെയിൻ വലിക്കുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു. അങ്ങനെ അയാളെ വലിച്ചു പൊക്കിയെടുക്കുകയാണ്. ഞാൻ ചോദിക്കാൻ രക്ഷപ്പെട്ടു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയും ട്രീറ്റ്മെൻറ്റ് നടത്തി പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത്രയാണ് നമുക്ക് കിട്ടിയ വാർത്ത. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് ഉഷ 59 വയസ്സുള്ള സ്ത്രീ? ഉഷക്ക് ഒരുപാട് ന്യായങ്ങൾ അവിടെ പറയാനുണ്ട്. ഒന്നാമത്തേത്, ഉഷ 59 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. രണ്ടാമത്തേത് സ്ത്രീയാണ്. മൂന്നാമത്തേത്, അവരത് ചെയ്തില്ല എന്ന് വിചാരിച്ച് ഉഷയോട് ആരെങ്കിലും ചോദിക്കുമോ, നിങ്ങൾ എന്തിയാ അയാളെ പൊക്കിയെടുക്കാതിരുന്നത് എന്ന് ചോദിക്കില്ലല്ലോ, ചോദിക്കില്ല. നമ്മൾ ചോദിക്കുന്നത്, എന്തിന് ഉഷ പണി ചെയ്യണം? അവർ പറയുന്നു, ഞാൻ പോലും അയാളുടെ കൂടെ താഴോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് ഞാൻ കരഞ്ഞത്, ഒച്ചയുണ്ടാക്കിയത് എന്ന് പറയുന്നു. എന്തിന് ഉഷ അത് ചെയ്യണം? യുക്തിഭദ്രമായി, ശാസ്ത്രീയമായി, ബുദ്ധിപരമായി അത് മഹത്തായ ഒരു പ്രവർത്തനമാണെന്ന് സ്ഥാപിക്കാൻ തപസ്സിരുന്നാൽ ഇവിടത്തെ നിരീശ്വരവാദികൾക്ക്, നാസ്തികർക്ക് സാധിക്കില്ല. ഇനി ഒന്നുകൂടി നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ പിടുത്തത്തിൽ ഉഷ കൂടി താഴോട്ട് വീണാൽ, അവരുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടാൽ, മനുഷ്യലോകം മൊത്തത്തിൽ പറയും ഉഷ മഹത്തായ ഒരു കർത്തവ്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ് രക്തസാക്ഷിയായി എന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരും പറയും, മതവിശ്വാസികളും പറയും. എന്നാൽ ഇവരെന്ത് പറയും? മണ്ടത്തരമാണ് ഉഷ കാണിച്ചത്. പറയണം. അതാണ് അവരുടെ തത്വശാസ്ത്രം അവരെ പഠിപ്പിക്കുന്നത്. പറയണം, ഉഷ കാണിച്ചത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഒരു മുഷിഞ്ഞുനാറിയ 71 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടി ഉഷയെ പോലുള്ള ഊർജ്ജസ്വലയായ ഒരു സ്ത്രീയുടെ ജീവൻ എന്തിന് കളഞ്ഞു? മണ്ടത്തരമാണ് കാണിച്ചത് എന്നവർ പറയണം. പറഞ്ഞില്ലെങ്കിൽ പറയലാണ് അതിൻ്റെ ന്യായം. കാരണം എന്തിനാ മണ്ടത്തരം കാണിക്കുന്നത്?
എന്തിനാ മണ്ടത്തരം കാണിക്കണം? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതിന് ഉത്തരം വേണം. എന്നെ ആരും നോക്കാനില്ല, എന്നെ ആരും കാണാനില്ല, പിന്നെ ഞാൻ എന്തിന് എൻ്റെ ജീവൻ അപകടപ്പെടുത്തി ഒരാളെ, അതും തനിക്കൊരു പരിചയമില്ലാത്ത, തനിക്ക് ബന്ധമില്ലാത്ത, മുഷിഞ്ഞു നാറിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്തിന് രക്ഷിക്കണം? ഞാൻ മാറി എന്നാൽ ലോകത്ത് ഒരുത്തരും ചോദിക്കില്ല പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന്. അപ്പം ഇതിന് ഉത്തരം വേണം. ദൈവത്തിന് യുക്തിയില്ല എന്ന് പറയുന്നവർ ഇതിൻ്റെ യുക്തി പറയാൻ ബാധ്യസ്ഥരാണ്. ബുദ്ധിപരമായി ഇന്റലക്ച്വലി ഹോണറബിൾ ആണെങ്കിൽ അവർ ഇതിന് ഉത്തരം കണ്ടെത്തണം. പക്ഷെ ഇവരും പറയും നല്ലതാണെന്ന്. നിരീശ്വരവാദികളും പറയും എന്ത്, അത് ചെയ്യേണ്ടതാണ്, അത് നല്ല പ്രവർത്തനമാണ് എന്നവർ പറയും. മണ്ടത്തരാണെന്ന് പറയാൻ പറ്റുമോ? മണ്ടത്തരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി അതിനെ ന്യായീകരിക്കും. എങ്ങനെ ന്യായീകരിക്കും? ശാസ്ത്രീയമായി ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക ഗൈഡൻസ് ഒന്നും ആവശ്യമില്ല. അത് തലച്ചോറിൽ നടക്കുന്ന ന്യൂറോൺ ഫയറിംഗ് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന തോന്നലുകളാണത്. അതിന് ആരുടെ മതത്തിന്റെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്നാണ് അവർ പറയുക. അത് തലച്ചോറിലുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതുപോലെ തന്നെ അന്റീരിയർ ഇൻസുലാർ കോർട്ടെക്സ്, അന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് പോലുള്ള നമ്മുടെ ഈ നെറ്റിത്തടത്തിന്റെ പുറകിലിരിക്കുന്ന തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഒരു കാഴ്ച കാണുമ്പോൾ ഒരു മനുഷ്യനിൽ എമ്പതി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അയാളെ രക്ഷിക്കണം എന്ന ബോധം ഉണ്ടാക്കുന്നത്. അതിനിവിടെ മതനിർദ്ദേശമൊന്നും ആവശ്യമില്ല, അതിനിവിടെ ഒരു ദൈവത്തിൻ്റെയും ആവശ്യമില്ല. അത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചിന്റെ ന്യൂറോൺ ഫയറിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാവരിലും സംഭവിക്കുന്നതാണ് എന്നാണ് ഇവരുടെ ന്യായം. എന്നാണ് ഇതിനൊരു നാസ്തികന് പറയാനുള്ള യുക്തി. എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയം വശം പറയാൻ ഒരു നാസ്തികന് സാധിക്കുക? ഞാൻ ഈ പറഞ്ഞതാണ്. ഈ 3 ഭാഗങ്ങൾ ഇത് ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഭാഗങ്ങളിലുള്ള ന്യൂറോൺ ഫയറിംഗ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുക. അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യമില്ലേ, ഇത് സത്യത്തിൽ ഇതൊരു നാസ്തികൻ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മതവിശ്വാസി അപ്പോൾ അതിനും ഉണ്ട് ന്യായം. അപ്പം അവർ പറഞ്ഞത് തന്നെയാണ് ശരി. ഇതിന് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിനൊരു മതത്തിൻ്റെ ആവശ്യമില്ല, ഇത് ഓൾറെഡി നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ളതാണ്, അതിന് തന്നെയാണ് ഒരു മതം. യഥാർത്ഥത്തിൽ നമ്മളൊന്നൊക്കെ ആലോചിക്കേണ്ടത്, അങ്ങനെ മസ്തിഷ്കത്തിലെ ന്യൂറോൺ ഫയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ എമ്പതിയും ഈ ആൾട്രൂയിസവും അഥവാ മറ്റുള്ളവരെ സഹായിക്കുക എന്ന മനസ്സ് എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ഉണ്ടാവണ്ടേ? കാരണം എൻ്റെ അതേ തലച്ചോറ് തന്നെയാണല്ലോ നിങ്ങൾക്ക് ഉള്ളത്. എൻ്റെ അതേ തലച്ചോറിൽ ഓടുന്ന ബ്ലഡ് തന്നെയാണല്ലോ എല്ലാവരുടെയും തലച്ചോറിലുള്ളത്. എൻ്റെ അതേ തലച്ചോറിൽ നടക്കുന്ന ന്യൂറോൺ ഫയറിംഗ് തന്നെയല്ലേ എല്ലാവരുടെയും തലച്ചോറിൽ നടക്കുക. എങ്കിൽ എല്ലാവരിലും ഇത് കാണണം, ഒരുപോലെ കാണണ്ടേ? ഇനി അത് മാത്രമല്ല, ഇത് നമുക്ക് സ്വാധീനമില്ല ഈ ന്യൂറോൺ ഫയറിങ്ങിൽ. നമ്മുടെ മിറർ ന്യൂറോൺ എന്ന് പറയുന്ന എല്ലാ ന്യൂറോൺസും അല്ല, മിറർ ന്യൂറോണുകളാണ് ഈ മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പറ്റിയ ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുക. ഇപ്പോൾ മിമ്പറിൽ അതിൻ്റെ സങ്കീർണത വിളമ്പാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല. മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലുള്ള മിറർ ന്യൂറോൺസ് ആണ് ഒരാൾ വീഴാൻ പോകുമ്പോൾ അയാളെ രക്ഷിക്കണമെന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരിലും അത് ഉണ്ടാക്കണം. മാത്രമല്ല, ഇനി ആരെങ്കിലും അത് ചെയ്തില്ല എങ്കിൽ, ഇപ്പൊ ഉഷ തന്നെ അത് ചെയ്തില്ല എങ്കിൽ ഉഷേനെ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തും? ഉഷേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ ന്യൂറോൺ ഫയറിംഗ് ഉഷയുടെ മസ്തിഷ്കത്തിൽ നടന്നില്ല, അതുകൊണ്ട് ഉഷ ചെയ്തില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ എൻ്റെ മസ്തിഷ്കത്തിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ന്യൂറോൺ ഫയറിങ്സ് നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പലതും പറയുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ. എൻ്റെ മസ്തിഷ്കത്തിൽ അത് നടക്കണം നടക്കാതിരിക്കുകയൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ സ്വാധീനത്തിലുള്ള ഒരു കാര്യമല്ലാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഒരാളെ കുറ്റപ്പെടുത്തുക? അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉഷ ഒരാളെ പിടിച്ച് ജീവൻ രക്ഷിക്കുകയായിരുന്നെങ്കിൽ ഗോവിന്ദചാമി എന്താ ചെയ്തത്? സൗമ്യനെ ഉന്തിയിടുകയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? അയാളുടെ മസ്തിഷ്കത്തിലുള്ള ന്യൂറോൺ ഫയറിംഗ് കൊണ്ട് സംഭവിച്ചതല്ലേ. ഗോവിന്ദചാമി തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. ഉഷ വലിച്ചു കയറ്റിയത് ഒരു കുറെ മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തന ഫലമായിട്ടാണെങ്കിൽ ഗോവിന്ദചാമി ഉന്തിയിട്ടത് വേറൊരു ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യൂറോൺസിന്റെ ഫയറിംഗ് കൊണ്ട് സംഭവിച്ചതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിന് ഉത്തരം വേണം. ഇതിന് ഉത്തരം പറയാൻ നാസ്തികർക്ക് സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2-ാം തീയതിയിൽ ഒരു സംഭവം ഉണ്ടായി. തോപ്പുംപടി BOT പാലത്തിൽ കിടന്ന് പള്ളുരുത്തി സ്വദേശി ആസിഫിന് ഒരു 3/4 പവൻ ചെയിൻ കിട്ടി. ഈ കഴിഞ്ഞ 2-ാം തീയതി 3/4 പവൻ ചെയിൻ കിട്ടി. 3/4 പവൻ്റെ ചെയിനിൽ നിന്ന് എത്ര രൂപ ഉണ്ടാവും? 50,000 രൂപ ഉണ്ടാവും. ഇന്ന് 75,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിനുള്ളത്. ആസിഫ് എന്നാണ് അത് പേര്. ഇദ്ദേഹം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം കൊച്ചിൻ കോർപ്പറേഷനിലെ 20-ാം ഡിവിഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ വാർത്തയിട്ടു, എനിക്കിങ്ങനെ ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട്. പള്ളുരുത്തി സ്വദേശിയായിട്ട് തന്നെയുള്ള
നീതു വിജേഷിൻ്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. അവർ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞിരുന്നു. അങ്ങനെ ഈ 3/4 പവൻ വരുന്ന ഈ സ്വർണം വിജേഷ്, ഈ പറയുന്ന ആസിഫ് വിജേഷിന് കൊടുത്തു, നീതു വിജേഷിന് കൈമാറി. ഞാൻ ചോദിക്കുന്നത്, എന്തിന് ആസിഫ് അത് കൊടുക്കണം? ആസിഫ് അത് കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? വേറെ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ല 3/4 പവൻ ആസിഫിന് കിട്ടിയത്. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടുമെന്ന് പറയാൻ ഒരു ദൈവനിഷേധിക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ശാപം ഇല്ല. ഇനി വേറെ എവിടെയെങ്കിലും ദൈവം നോക്കിയിരുന്ന് നാളെ വിചാരണ ചെയ്യും, അതില്ല. നിയമത്തിൻ്റെ മുൻപിൽ ഒന്നും കണ്ടിട്ടുമില്ല. ഈ 3/4 പവൻ എന്തിനാണ് ആസിഫ് കൊടുത്തത്? ഈ കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഈ കൊടുക്കുന്നതിൻ്റെ ബുദ്ധി എന്താണ്? ഈ കൊടുക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? ഇത്തരം ഹ്യൂമാനിറ്റിയുടെ സയൻസ് എന്താണ്? ഇത്തരം അൽട്രൂയിസത്തിൻ്റെ സയൻസ് എന്താണ്? പറയാൻ കഴിയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നോക്കിയാൽ ഇത് ശാപമില്ല, കാണാനില്ല, ആരും പിടികൂടാനില്ല, തനിക്കാരോട് മറുപടി പറയാനില്ല എന്ന് മാത്രമല്ല, 3/4 പവൻ സ്വർണ്ണമാല എനിക്ക് കിട്ടിയാൽ, ചെയിൻ എനിക്ക് കിട്ടിയാൽ അതുകൊണ്ട് വിറ്റ് 50,000 രൂപ കിട്ടും. ആത്യന്തികമായി നോക്കുമ്പോൾ 50,000 രൂപ തനിക്ക് ലാഭമാണ്. തൻ്റെ പല പരിപാടികളും നടത്തി എന്ന് വിചാരിച്ച് ലോകത്ത് ഒരു മനുഷ്യനും ചോദിക്കൂല ഈ പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്, പറയില്ല. നാളെ ദൈവം പിടിക്കാനുമില്ല. പിന്നെ എന്തിനിത് കൊടുക്കണം? എന്തിനിത് കൊടുക്കണം? ആ കൊടുക്കണം എന്നതിന് ഇവർക്ക് പറയാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അത് കൊടുക്കാൻ അയാൾ സന്നദ്ധമാകുന്നതെങ്കിൽ, അത് കൊടുക്കാത്തവന്റെ മിറർ ന്യൂറോൺ എവിടെയായിരുന്നു പ്രവർത്തിക്കാതിരുന്നത്? എങ്കിൽ ആരെങ്കിലും കൊടുത്തവൻ നല്ലവനും കൊടുക്കാത്തവൻ മോശക്കാരനാവോ? ഇല്ലല്ലോ. കാരണം മറ്റവൻ അത് കൊടുത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അയാളുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് പ്രവർത്തിച്ചില്ല, കൊടുക്കണമെന്ന് പറയാൻ പ്രേരിപ്പിച്ചില്ല. അതുകൊണ്ട് അയാൾ കുറ്റവാളിയാവോ? കുറ്റവാളിയാവാൻ പാടില്ലല്ലോ. കാരണം അയാളുടെ കയ്യിലിരിക്കുന്നതല്ലോ. ഇയാൾ ചെയ്ത വലിയൊരു നന്മയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അയാളുടെ മിറർ ന്യൂറോൺസ് അങ്ങനെ ഫയർ ചെയ്തപ്പോഴാണ് ഇത് കൊടുക്കണമെന്ന് തോന്നിയത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്പം സങ്കീർണമാണ്, നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ട അതിപ്രധാനമായിട്ടൊരു സംഗതിയാണത്. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ മദ്യം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. ശാസ്ത്രീയമായ മദ്യത്തിൻ്റെ പ്രത്യാഘാതം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. മദ്യത്തിൻ്റെ പ്രത്യാഘാതം ഇവിടെ ഹിന്ദുവിനും അറിയാം, ക്രിസ്ത്യാനിക്കും അറിയാം, മുസ്ലിമിനും അറിയാം മദ്യം കഴിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മദ്യത്തിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം പുറത്തു വിട്ടിട്ടും ഇവിടെ കുറേ ആളുകൾ മദ്യപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും മദ്യപിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? മദ്യപിക്കണമെന്ന് അവർക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഈ പറയുന്ന തലച്ചോറിലെ ന്യൂറോൺ ഫയറിംഗ് ആണ് അതിന് കാരണമെങ്കിൽ, മുസ്ലിങ്ങളിൽ മാത്രം ഭൂരിപക്ഷം മദ്യപിക്കാതിരിക്കുന്നു വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരാൻ പാടില്ലല്ലോ. തലച്ചോറ് എല്ലാവരും ഒരുപോലെയാണ്, ന്യൂറോൺസ് എല്ലാം ഒരുപോലെയാണ്, രക്തമെല്ലാം ഒരുപോലെയാണ്. എല്ലാം ഇവർ പറയുന്നത് വെച്ചാൽ ഇതിനൊന്നും ഒരു ഗൈഡൻസിന്റെ ആവശ്യമില്ല. ഇതിനൊക്കെ മതം വേണം, മതനിർദ്ദേശം വേണം, ദൈവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആളുകൾ സേവനം ചെയ്യുന്നത്, ത്യാഗം സഹിക്കാൻ സന്നദ്ധമാകുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ത്യാഗം ചെയ്യണമെന്നുള്ള ബോധം, സേവനം ചെയ്യണമെന്നുള്ള ബോധം മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഓൾറെഡി സെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മദ്യപിക്കാത്തവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ കൂടുതലായത് എങ്ങനെയാണ്? ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് കുറഞ്ഞു പോയത്? നിങ്ങൾ നോക്കൂ, കശ്മീരിൽ, അതേപോലെ തന്നെ ലക്ഷദ്വീപിൽ ഒരൊറ്റ ആത്മഹത്യ നടക്കാത്ത മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടെ എങ്ങനെയാണ് ആത്മഹത്യ നടക്കാതെ പോയത്? മുസ്ലിം കൺട്രീസ്, ഗൾഫ് കൺട്രീസ് ആത്മഹത്യ വളരെ കുറവാണ്. എന്തിനേറെ കേരളത്തിൽ മലപ്പുറത്ത് ആത്മഹത്യ കുറവാണ്. എങ്ങനെയാണ് ഈ ആത്മഹത്യ അവരുടെ ഇടയിൽ മാത്രം കുറഞ്ഞത്? ഈ പറയുന്ന ന്യൂറോൺസും മസ്തിഷ്കവും അതേപോലെ തന്നെ അതിനകത്തുള്ള എല്ലാ അവയവങ്ങളും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും എല്ലാം ഒന്നല്ലേ? എങ്ങനെ പിന്നെ അവരുടെ ഇടയിൽ മാത്രം വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പലിശ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും 99% ആളുകൾ പലിശ വാങ്ങാറില്ല. പലിശ കൊടുക്കാറുണ്ട് ബാങ്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പലിശ വാങ്ങാറില്ല. എന്തേ? അവർ മാത്രം അത് വാങ്ങാത്ത അവസ്ഥ വന്നത് എങ്ങനെയാണ്? അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും 2.5% സമ്പത്ത്, തൻ്റെ സമ്പത്തിൻ്റെ 2.5% എല്ലാ വർഷവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇത് മുസ്ലിങ്ങൾ മാത്രമായത് എന്തുകൊണ്ടാണ്? ഇവർ ഈ പറയുന്ന മസ്തിഷ്കത്തിൻ്റെതാണെങ്കിൽ ഇതൊക്കെ എല്ലാവരിലും കാണേണ്ടതില്ലേ? ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എല്ലാവരിലും കാണേണ്ടതില്ലേ? ഇതിനർത്ഥം എന്താണ് ചോദിച്ചാൽ, മനുഷ്യന്റെ ഇത്തരം പ്രവണതകളെ, മസ്തിഷ്കത്തെ പുറത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് ശക്തമായി സ്വാധീനിക്കാൻ പറ്റുമെന്നല്ലേ അതിനർത്ഥം? ശക്തമായി സ്വാധീനിക്കാൻ പറ്റും. ഇനി മിറർ ന്യൂറോൺസിന്റെ ഫയറിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ആ മിറർ ന്യൂറോൺസിന്റെ ഫയറിങ്ങിനെ കൂടുതൽ ശക്തമായി ഫയർ ചെയ്യാനുള്ള പ്രേരണ ഈ മതദൈവിക നിർദ്ദേശങ്ങൾക്കുണ്ട് എന്നല്ലേ അത് അസന്നിഗ്ധമായി തെളിയിക്കുന്നത്? അതിനർത്ഥം എന്താണ്? മതത്തിന്, ദൈവത്തിന്, പരലോകബോധത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അപ്പോഴും മികച്ചു നിൽക്കുന്ന യുക്തിയും ബുദ്ധിയും എന്താണ്? മതത്തിന്റെ യുക്തിയും ബുദ്ധിയും തന്നെയല്ലേ?
അല്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠിക്കണം, യുവാക്കൾ പഠിക്കണം, വൈജ്ഞാനികമായ ശേഷിയുള്ളവർ പഠിക്കണം. പഠിച്ചത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് പ്രൗഡായിട്ടുള്ള ഒരു ദൈവവിശ്വാസം കൊണ്ടു നടക്കാൻ അതിലൂടെ സാധിക്കണം. അല്ലാതെ മാപ്പ് സാക്ഷിത്വത്തിന്റെ ഒരു ദൈവവിശ്വാസവും ഒരു മതവിശ്വാസമായിട്ട് നമ്മൾ നടക്കേണ്ടതില്ല. നമുക്ക് പറയാൻ അങ്ങേയറ്റത്തെ യുക്തിയുണ്ട്, നമുക്ക് പറയാൻ അങ്ങേയറ്റത്തെ സയൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നതല്ല. ഇവിടെ വന്നിരിക്കുന്നവരാരെങ്കിലും നിരീശ്വരവാദികളായിട്ടല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൈവബോധ്യവും അവൻ്റെ പരലോകബോധ്യവും അവനെന്നും ഉപകാരപ്പെടുകയേ ചെയ്യുകയുള്ളൂ. ഇനി മിറർ ന്യൂറോൺസിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ആ മിറർ ന്യൂറോൺസിൻ്റെ ഫയറിങ്ങിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അവൻ്റെ ദൈവബോധ്യവും അവൻ്റെ പരലോകബോധവും ഉപകാരപ്പെടും. അത് ജീവിതത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഫയറിങ് കുറയും എന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. പിന്നെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്താ നോക്കുക? എപ്പോഴും നമ്മൾ നോക്കുക ബെനിഫിറ്റ്സും പ്രോഫിറ്റ്സും ആയിരിക്കും, ലൂസും ലോസും ആയിരിക്കും നോക്കുക. ആ ജീവിതത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ ഒരു ഉപമ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു അത് പറയുന്നത്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. ഒമൻ യുശ്രികു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ പോലും ഗതി ഇതാണ്. പങ്കു ചേർക്കാന്ന് പറഞ്ഞാൽ അവർ അല്ലാഹനെ നിഷേധിച്ചിട്ടില്ല, ഒപ്പം മറ്റുള്ളവരെ പങ്കു ചേർക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഒമൻ യുശ്രികു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ ഫകഅന്നമാ ഖറ മിനസ്സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. പങ്കു ചേർക്കുന്നവന്റെ കോല അല്ലാഹു പറയുകയാണ്, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു തൈറു, അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, വേട്ടയാടുന്ന പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും. അതല്ലെങ്കിൽ അഥവാ അഗാധ ഗർത്തങ്ങളിലേക്ക് അവൻ, കാറ്റിൽപ്പെട്ട് അഗാധ ഗർത്തങ്ങളിലേക്ക് അവൻ പോകും. എത്ര ഉജ്ജ്വലമായ ഉദാഹരണമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദിക്ക് സംഭവിക്കുക. മുശ്രിക്കിന് സംഭവിക്കുന്ന ഇതാണെങ്കിൽ പിന്നെ നിരീശ്വരവാദിക്ക് സംഭവിക്കുന്നത് ഇതിനപ്പുറമായിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് തന്നെയാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ പേഴ്സണൽ ലൈഫ് നമ്മളെടുത്ത് നോക്കിയാൽ ഒരു ചട്ടക്കൂടും അവരുടെ ജീവിതത്തിനില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബലമായ ഒരു ചട്ടക്കൂടിനകത്താണ് അവൻ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് പ്രൗഡോടുകൂടി, അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ പരലോകബോധവും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.